അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പിർസത്തോ സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ പേടിച്ച് ജീവിക്കുന്ന ചൊന്തു സ്വന്തത്തെ മറക്കാണ്ട് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾക്കെല്ലാവരോട്ടും വസിയത്താക്കര ഉപദേശിക്കര റബ്ബു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറോ ജീവന ചരിത്ര വിശദീകരിക്കുന്നതായോ ഈ ക്ലാസ്സിലെ 83ാമത്തെ ക്ലാസ്സിലെത്തിക്കറ് ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് പിടുന്ന പോലെ ലാസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ ചൊന്നുവെച്ച വിഷയ ഹിജറ 8ാമത്തെ വർഷത്തിൽ ഏതൊരു റായത്തോ മക്ക മുശ്രിക്കുമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറും സഹാബിരങ്ങളും പർത്താക്കിന്നാറ ആ റായ, അതായത് ആ മക്ക ചൊല്ലുന്ന റായ മുസ്ലിമീങ്ങളെ അണ്ടറിൽ ബണ്ടതായ മക്ക ഫത്ഹ് നടന്നതായ മക്ക വിജയം നടന്നതായ സംഭവത്തിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചു. അങ്ങനെ മക്ക ഫത്ഹ് ആയാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 മക്കത്തിൽ സ്റ്റേ ആയിത്തിന്ത്. നബി മക്ക ഫത്ഹ് ആയാൽ പിന്നെ അപ്പമേ മദീനത്തുക്ക് റിട്ടേൺ പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 തോലു മക്കത്തിലിന്ത്. അതിനിടയിലിട്ടിക്കറ് എന്താക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുട്ടത്തിലുള്ള പ്രദേശത്തിൽ നിന്ന് കൊറിയ ബിംബല്ലിന്ത് ആ ബിംബത്തെ ഒടിക്കുകയും അതേപോലെ അതിനെ തകർക്കുകയും വേണ്ടിയിട്ട് കൊറിയ സഹാബിരങ്ങളെ ഏൽപ്പിച്ചിട്ട് അവിടെ സഹാബിരങ്ങളെ കടത്തിട്ട് എന്താക്കി തിന്ത് ആ മുട്ടത്തിലുള്ള പ്രദേശത്തെ ഐഡൽസിനെ ബിംബത്തെല്ലാം വടിച്ചിട്ട് അങ്ങനെ ആ പ്രദേശം ക്ലീൻ ആക്കിയിട്ട് ചൊല്ലതായിട്ടിക്കറ് ഞങ്ങൾക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമാണ്. അതേപോലെ കൊറിയ ശത്രുമാരെല്ലാം ഓടി തിന്നാറ് ചൊന്തു ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെന്തിന്ന. അങ്ങനെ ഓടിപ്പോയ ശത്രുമാരിൽ ഒരാളായിട്ടിക്കറ് സഫ്വാൻ ഇബ്നു ഉമയ്യ. സഫ്വാൻ ഇബ്നു ഉമയ്യ അയാൾ മക്ക മുശ്രിക്കുമാരുടെ ലീഡറെ സ്ഥാനത്തിൽ ഇന്ന് ഒരാളായിട്ടിക്കറ്. അയാളുടെ കൊല്ലുകു വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ടില്ല, പ്രത്യേകമായിട്ട് ചൊന്തില്ല. കൊറിയങ്ങളെ കൊല്ലുകു ചൊന്നിരെങ്കും സഫ്വാൻ ഇബ്നു ഉമയ്യരെ കൊല്ലുകയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തില്ല. ബട്ട് ആയെങ്കും അയാൾ പേടിച്ചിട്ട് എന്താക്കിയിട്ട് നാ ഒരു ലീഡർ അല്ലേ, നന്റെ എന്തായെങ്കും ബുടാലെ ചൊന്തു ബിയർച്ചിട്ട് അയാള് മക്ക റായ വിട്ടിട്ട് എന്താക്കറ് ഓടറി. അങ്ങനെ ഓടിട്ട് അയാൾ കപ്പലുക്ക് പത്ര സന്ദർഭത്തിലേറ്റിക്കറ് സഫ്വാൻ ഇബ്നു ഉമയ്യരെ ചങ്ങായിട്ടിന്നെ ഉമൈർ ഇബ്നു വഹബ് അയാളുടെ ബിൽക്കിരി. സഫ്വാൻ ഇബ്നു ഉമയ്യറും അതേപോലെ ഉമൈർ ഇബ്നു വഹബിന്റെ ചരിത്രം ഞങ്ങൾ ഇതുക്ക് മുതലത്തെ ഒരു സംഭവത്തിൽ ഞങ്ങൾ മെൻഷൻ ആക്കുന്ന നിങ്ങൾ ജണ്ടാലും അല്ലേ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കൊല്ലണു ചൊന്തു സഫ്വാന് ഉമൈറെ മക്കത്തിൽ നിന്ന് മദീനത്ത് കടത്തിരുത് ഒരു മർത്തടില് ദച്ചിട്ടെത്തിക്கிறாங்க പൽക്ക് ബർറെ. അപ്പ സഫ്വാൻ ചൊല്ലറെ, ഉമൈര നിന്റെ എല്ലാ കടം നാ എടുക്കற, അതേപോലെ നിന്റെ കുടുംബത്തെ നാ വൽത്തര, നീ പേടിക്കണ്ട, നീന് മുഹമ്മദ് നബിരെ കൊന്നിട്ട് ബണ്ടേ ಅಂಟಾയെങ്കിൽ ನಾನು ಎಲ್ಲ ഏറ്റെടുക്കൂ റെഡിയുള്ള, നീ പേടിക്കണ്ട, നീ പോ ചൊന്തു. ആന ഉമൈറെ കടത്തരുത് ആ ഒരു സംഭവം ഞങ്ങൾ ഇതുക്ക് മുതൽ മെൻഷൻ ആക്കുന്ന. ആന ഉമൈർ മദീനത്തേക്ക് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമಗೆ ಎದುರು ಬರುമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കു ഉമൈരൊട്ടിಗೆ, എന്തേ ഉമൈരെ ബന്നെന്തേ. അപ്പൊ ഉമൈർ ചൊല്ലറെ എന്തും ഇല്ല, ഇങ്ങനെ ജസ്റ്റ് നോക്കുകയിട്ട് ബന്നേ ചൊന്തു ചൊല്ലുമ്പല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറെ ಅಂದ್ರೆ നീനും സഫ്വാനും മർത്തടില് ഇങ്ങനെ പൽക്ക് പറഞ്ഞിട്ടില്ലേ, നന്റെ കൊല്ലുകല്ലേ നീ ബന്നരെ ചൊന്ത് കേട്ടപ്പ ഉമൈർ അത്ഭുതപ്പെട്ടിട്ട് അവിടെ വെച്ചിട്ട് എന്താക്കര് ഇസ്ലാം സ്വീകരിക്കുന്നതായിട്ട് കിർക്കാണ്ട്. ആ ഉമൈർ പിന്നെ കിട്ടറ് ഇപ്പ ഇട്ടിക്കര് എപ്പ സഫ്വാൻ റളിയല്ലാഹു അൻഹു മക്ക വിട്ടിട്ട് ഓടുற സന്ദർഭത്തിലേറ്റിക്കರು ഉമൈർ പെരോൾ ಬಂತು. ഉമൈർ ഇബ്നു വഹബ് പെരോൾ ಬಂತು സഫ്വാന്റെ തടയിലെ. സഫ്വാൻ നിങ്ങ പോവണ്ട, നിങ്ങ ഓടണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നിങ്ങളെ കുട്ടിയെ പോണ്ടേ, നബി നിങ്ങൾക്ക് മാഫാക്കൂ, നിങ്ങൾ ബറൂ ചൊന്ത അങ്ങനെ ബിൽച്ചിട്ട് സഫ്വാൻ റളിയല്ലാഹു അൻഹുരെ ഉമൈർ എന്താക്കരെ നബിരെ മുട്ട കുട്ടിയെ പണ്ടേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ വന്നതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കരെ സഫ്വാനുക്ക് മാഫാക്കി കൊടുക്കൂ. ബട്ട് ആയെങ്കും സഫ്വാൻ റളിയല്ലാഹു അൻഹു അവിടെ വെച്ചിട്ട് ഇസ്ലാം സ്വീകരിക്കില്ല. സഫ്വാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കല് ഹുനൈൻ യുദ്ധല്ല കഴിഞ്ഞിട്ടായി പിന്നെ എത്തിക്കർ. അപ്പൊ ഏതായെങ്കും സഫ്വാൻ റൊട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേക്കറ്, നീ ഇപ്പൊ ഇസ്ലാം സ്വീകരിക്കുക റെഡിയില്ലേ. അപ്പൊ സഫ്വാൻ ചൊല്ലറ്, ഇല്ല ನಾನು ഇപ്പൊ ഇസ്ലാം സ്വീകരിക്കുക റെഡിയില്ല, നക്കത്തെല്ലാം ആൽച്ചനാക്കുക ടൈം തരും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആൽച്ചനാക്കുക ടൈം കൊടുക്കൂ. അങ്ങനെ സഫ്വാനുക്ക് മാഫാക്കി കൊടുക്കൂ ചൊല്ലറதை ടിക്കറ്.
ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കുകയില്ലേ. അതേപോലെ മക്ക ഫത്തുഹിന്റെ സന്ദർഭത്തിലെത്തിക്കര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അബ്ബ അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കരുത് നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യവും. അതായത് അബൂ ഖുഹാഫ ഭയങ്കര ബയസ്സായിട്ടിക്കര്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ അബ്ബ അബൂ ഖുഹാഫ ചൊമ്മ ബയസ്സായിട്ടിക്കര്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു എന്താക്കര് കയ്യിലിങ്ങനെ വൈദ്യോ പണ്ടേ, കയ്യിൽ അബ്ബറിങ്ങനെ വൈദ്യോ പണ്ടേ, നബിയുടെ മുട്ട വൈദ്യോ പണ്ടേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നോക്കിയിട്ട് ಅಬೂಬಕರ್ ರಲಿಯಲ್ಲಾಹು ಕೇಳ್ಕರಿ, ಎಂದಿಗೂ ವೈದ್ಯೋ ಬನ್ನಿ, ನಾನೇ ಔತುಗು ಬರಲ್ಲ ಅಂತ, ನೀ ಎಂದಿಗೂ ಇತ್ತರ ಕಷ್ಟ ಬಂತು, നിന്റെ അബ്ബർ ഇത്ര ഇങ്ങനെ വൈത്തിട്ടുള്ള കുട്ടിയെ വന്ന് എന്തൊക്കെ ചൊന്തു. അബൂബക്കർ റളിയല്ലാഹു കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ചൊല്ലു, നബിയെ നിങ്ങ ഞങ്ങളെ ഒത്തു പറകു ಎಂದ್ರಿಲ್ಲ, ನಂಗೆ ಅತ್ತರ ಅರ್ಹಪಟ್ಟಂಗಲ್ಲ, ನಂಗೆ ನಿಂಗಲ ಮುಟ್ಟ ಬರೋಗ ಇಟ್ಟಿಕ್ಕರು ಎಂದ್ರೆ ನಿಂಗ ಅರ್ಹಪಟ್ಟಂಗ ಇಟ್ಟುಲ್ಲೇ ಚೊಂತು അബൂബക്കർ റളിയല്ലാഹു ചൊല്ലു. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹദീസിൽ ഇങ്ങനെ കണ്ട്, ഉത്തിയ ബി അബി ഖുഹാഫ യൗമ ഫത്ഹി മക്ക, അബൂ ഖുഹാഫറെ ഫത്ഹ് മക്ക രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട കുട്ടിയ പണ്ട്. അങ്ങനെ വറസുഹു വലിഹിയതുഹു കസുഗാമത്തി ബയാലൻ, അയാളുടെ തലര മുടിയും അതേപോലെ താടിര മുടി ഭയങ്കര ಬೆಲ್ಪಿಂತು. എങ്ങനെ സുഗാമ ചൊല്ലറെ ആ ഒരു പൂ, ആ പൂരത്ര ಬೆಲ್ಪಿಂತು ചൊന്ത ഇട്ടിക്കറ് ഹദീസിൽ കാണി. അപ്പൊ ഇത് കണ്ടിട്ട് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗയ്യിറു ഹാദാ ബിശൈഇൻ വജ്തനിബു അസ്സവാദ് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. അതായത് അയാൾ ഇസ്ലാം സ്വീകരിച്ച പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഈ മുടിരും ഈ താടിരും നീ എന്താക്കരു, അതിലെ കളർ ചേഞ്ച് ആക്കരു, ಬೇರೆ ಕಲರ್ ಹಾಕರು, വജ്തനിബു അസ്സവാദ്, കറുപ്പ് കലർ ബുട്ടുത്തു, കറുപ്പ് കലർ എന്താക്കണ്ട, കൊടുക്കണ്ട. അപ്പൊ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കൂല്ല ഒരു വിഷയ, ഒരാളിലെ താടി മുടിയല്ല ಕಂಪ್ಲೀಟ್ ಆയിട്ട് ಬೆಲ್ತೆನ್ ಟ್ಯಾಂಗ್ ಅದು ಅವನಿಗೆ ಎಂದಾಕ ಚೇಂಜ್ ಆಕ, ಏದು ಕಲರ್ ಬೇನೆ ಆಕ, ಚೋಪೆ ಅವನುಂಟಿಲ್ಲ ಬೇರೆ ಕಲರು ಮಾಕ, ಮಾತ್ರಮ കറുപ്പ് കളർ അവോയ്ഡ് ആക്കുക ഇട്ടിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ നമുക്ക് പഠിപ്പാട്ടി തന്നിരേ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഇതേ ടിക്കറ് മക്ക ഫത്തുമായി ബന്ധപ്പെട്ടിട്ട് ചുരുക്കിട്ട് നമുക്ക് മനസ്സിലാക്കുകയിന്നെ. ഇനി ഇതേ ഹിജ്റ വർഷത്തിലേറ്റിക്കറ്, ഇതേ ഹിജ്റ 8ാമത്തെ വർഷത്തിലേറ്റിക്കറ് ഹുനൈൻ യുദ്ധ നടക്കറ്. ഹുനൈൻ യുദ്ധ മക്ക ഫത്തുഹിൽ പിന്നെ ഇട്ടിക്കറ് ഹുനൈൻ യുദ്ധ നടക്കറ്. ഈ ഹുനൈൻ യുദ്ധത്തെ വിഷയ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബറോ 25-26 ആയത്തിൽ മെൻഷൻ ആക്കരുത് നമുക്ക് കാണാൻ സാധ്യവും. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുനൈൻ യുദ്ധത്തെ വിഷയത്തിൽ ചൊല്ലറ്? അല്ലാഹു ചൊല്ല, ലഖദ് നസറകുമുല്ലാഹു ഫീ മവാത്തിന കസീറ, നിങ്ങൾക്കാണ് മുസ്ലിമീങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലറെ, നിങ്ങൾക്കാണ് ചൊമ്മ സന്ദർഭത്തിൽ സഹായാക്കിര, നന്റെ സഹായ ചൊമ്മ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ബന്നിറ്. വയൗമ ഹുനൈൻ, അതേപോലെ ഹുനൈൻ യുദ്ധത്തെ സന്ദർഭത്തിലും നിങ്ങളെന്നാണ് സഹായാക്കിര. ഇത് ആജബത്കും കസറത്തുക്കും, നിങ്ങൾ ചൊമ്മറുള്ളാർ ചൊന്ത് നിങ്ങൾ അത്ഭുതപ്പെട്ടുന്നാറ് അല്ലേ. ഹുനൈൻ യുദ്ധത്തിലും ചൊമ്മ മുസ്ലിമീങ് ഇന്നാറ്, ആ സൈന്യത്തിൽ ചൊമ്മാൽ ഇന്നാറ് ചൊന്ത് നിങ്ങൾ ആശ്ചര്യപ്പെട്ടുന്നാറ്, അതേപോലെ നിങ്ങൾ ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ ആക്കിന്നാറ്. ഫലം തൂനി അങ്കും ഷെയ്യ, അള്ളാഹു ചൊല്ലേ ആ ഒരു ചെമ്മ ആള് ഉള്ളത് മെജോറിറ്റി നിങ്ങൾക്ക് ഒരു ഉപകാരത്തും വന്നില്ല. വദാഖത് അലൈക്കുമുൽ-അർദു ബിമാ റഹബത്, ഭൂമി വിശാലായിട്ടിന്തും നിങ്ങൾക്കത് കുടുസൈത്ത്, ഭൂമി കുടിഞ്ഞ പോലെയിത്ത്. അതേപോലെ തുമ്മ വല്ലൈത്തും മുദ്ബിരീൻ, നിങ്ങൾ എല്ലാവരും പെറു തിരിഞ്ഞു ഓടിയാർ. അതെ, ഹുനൈൻ യുദ്ധത്തിൽ എന്തായ ചൊന്നെങ്കിൽ ഫസ്റ്റ് മുസ്ലിമീങ്ങ പരാജയപ്പെട്ട് എല്ലാവരും പെറു തിരിഞ്ഞു ഓടുക സ്റ്റാർട്ടാക്കിയ. സുമ്മ അൻസല സക്കീനത്തവും, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സമാധാനം ഇൽച്ചു കൊടുത്ത, അല റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ, വഅലൽ മുഅ്മിനീന, മുഅ്മിനുമാരുടെ മേൽ, വഅൻസല ജുനൂദൻ ലം തറൗഹ, പിന്നെ നിങ്ങൾ കാണാത്ത സൈന്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽച്ച, അതായത് മലക്കുമാരെ ഇൽച്ചിട്ട്, വഅദ്ദബല്ലദീന കഫറു വദാലിക ജസാഉൽ കാഫിരീൻ, അങ്ങനെ കാഫിർമാർക്ക് അല്ലാഹു ശിക്ഷിച്ച അതേ ടിക്കർ കാഫിർമാരുടെ ശിക്ഷ ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലறது നമുക്ക് ഇവിടെ കാണാൻ സാധ്യവും. അപ്പൊ സൂറത്തു തൗബർ ഈ 2 ആയത്തിൽ ഹുനൈൻ യുദ്ധത്തെ വിഷയത്തിൽ ചുരുക്കിയിട്ട് അല്ലാഹു ചൊല്ല, ഫസ്റ്റ് മുസ്ലിമീങ്ങ എന്തായി ഹുനൈൻ യുദ്ധത്തിൽ പരാജയായി, പിന്നെ ഈ തിക്കർ മുസ്ലിമീങ്ങ ഹുനൈൻ യുദ്ധത്തിൽ വിണ്ണവര്. ഏതുപോലെ ഉഹുദ് യുദ്ധത്തിൽ നേരെ ഉൾട്ട, ഉഹുദ് യുദ്ധത്തിൽ ഫസ്റ്റ് വിണ്ണായാറ് പിന്നെ പരാജയപ്പെട്ടാർ. അതിന് ഹുനൈൻ യുദ്ധത്തിൽ ഫസ്റ്റ് പരാജയ, പിന്നെ ഈ തിക്കർ വിജയ കിട്ടിയ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കുനായി ഒന്നേ ടിക്കർ. അപ്പൊ എന്തിരെ ഈ ഹുനൈൻ യുദ്ധത്തിൽ സംഭവിച്ച എന്തിരെ ചൊല്ലത്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക. അതായത് മക്ക വിജയത്ത്
ചൊമ്മത്തെ ആൾമാർ എന്താക്കിയാർ? ഇസ്ലാം സ്വീകരിച്ചാർ. പുതിയ പുതിയ ആൾമാരെല്ലാം ഇസ്ലാം സ്വീകരിച്ചാർ. ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്ന പോലെ കൂട്ടമായിട്ട് ഓരോരു ഗോത്രത്തങ്ങ ഇസ്ലാം സ്വീകരിച്ചാർ. അപ്പം അതിൽ ഹവാസിൻ ഗോത്രത്തങ്ങവും തക്കീഫ് ഗോത്രത്തങ്ങ ഇസ്ലാം സ്വീകരിച്ചില്ല. അങ്ങ് ത്വായിഫ്ര ഭാഗത്തിൽ ഇന്ന് ആൾമാറിയിട്ടിക്കാറ് അങ്ങെന്താക്കിയിട്ടില്ല, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അങ്ങ് അവിടെ ഒരു സൈന്യത്തെ ഒട്ടികാക്കിയാർ. എന്ത്? മക്ക ഫത്തുഹായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചിട്ട് അപ്പൊ ഇനി എന്തായെങ്കിലും ഈ ഭാഗത്തേക്ക് ബറു ഞങ്ങളും എട്ടകാക്കു ബറുവാറ് മുസ്ലിമിങ്ങ ബറുവാറ് ചൊന്ത് പേടിച്ചിട്ട് അവിടെ ഹവാസിൻ ഗോത്രത്തങ്ങവും സഖീഫ് ഗോത്രത്തങ്ങ സൈന്യത്തെ വലിയ ഒരു സൈന്യത്തെ ഒട്ടികാക്കിയാർ. അങ്ങനെ വലിയ സൈന്യത്തെ ഒട്ടികാക്കി റെഡിയാക്കിയിട്ട് അതിൽ ആ ശത്രുപക്ഷത്തെ ലീഡറായിട്ടിക്കർ മാലിക് ഇബ്നു ഔഫ്. ഈ മാലിക് ഇബ്നു ഔഫ് വലിയ ഒരു സൈന്യത്തെ റെഡിയാക്കർ. അങ്ങനെ പ്ലാൻ ആക്കാറ് എന്തൊരു മുസ്ലിമീങ്ങ ഊടെ ಬಂಡೇക്ക് മുന്നോലു ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് എന്താക്കണം, അറ്റാക്ക് ആക്കണം. ഈ ವಿಷಯ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീര മുഖാന്തര പിടിയായിത്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിത്ത്, നബി വലിയ ഒരു സൈന്യത്തെ റെഡിയാക്കിത്ത്. അല്ലെ, സഹാബിരങ്ങളെല്ലാവരും ഒട്ടിಗೆ കൂട്ടിട്ട് മുസ്ലിം സൈന്യത്തെ ഒട്ടിಗೆ ആക്കിയിട്ട് ഒരു വലിയ ഒരു സൈന്യ ആക്കിത്ത്. 12,000 ആൾമാരുള്ള ഒരു സൈന്യ എത്തിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റെഡിയാക്കറ്. 12,000 ആൾമാർ. 10,000 സഹാബിരങ്ങ മദീനത്തെ ബന്നങ്ങ. പിന്നെ 2,000 ആൾമാർ പുതിയതായിട്ട് ഇസ്ലാം സ്വീകരിച്ചങ്ങ. പിന്നെ കുറേ മുശ്രിക്കുമാറും ഇന്നാർ. അതിൽപ്പെട്ട ഒരാളായിട്ടിക്കറ് സഫ്വാൻ ഇബ്നു ഉമയ്യ. ഞങ്ങൾ പഠിച്ചൊന്ന പോലെ സഫ്വാൻ ഇബ്നു ഉമയ്യ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. മാത്രമ ഹുനൈൻ യുദ്ധത്ത് തോലു ബന്നറ് ചൊല്ലത് ഞങ്ങൾക്ക് ഹദീസിൽ അതേപോലെ ചരിത്രത്തിൽ മനസ്സിലാക്കുക സാധ്യ അവർ ഒന്നേറ്റിക്കറ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ഒരു സൈന്യത്തെ റെഡിയാക്കിട്ടാകുമ്പോഴത്തേക്കു സൈന്യത്തങ്ക് പടയങ്കി 100 പടയങ്കി കൊറുടിന്ത്. ഒരു 100 പടയങ്കി ಬೇನಿಂತು നബിಗೆ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 100 പടയങ്കി ആരുടെ കയ്യുടെ കടെടുക്കറ്? സഫ്വാന്റെ കയ്യുടെ കടെടുക്കരുതെത്തിക്കറ് നമുക്ക് ഹദീസിൽ കാണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫ്വാനൊട്ടിಗೆ, സഫ്വാൻ അപ്പം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, മുശ്രിക്കായിട്ടുള്ള ആള്. അപ്പൊ അയാളൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു 100 പടയങ്കി വേണു കടയിട്ട് തണ്ടേ ചൊന്ത് കേട്ടപ്പ സഫ്വാൻ റിട്ടേൺ നബിരൊട്ടിಗೆ കേൾക്കറ്, നബിയെ മുഹമ്മദ ഇത് നീ എൻ്റെ കയ്യിൽ എന്തൊരു കടയിട്ട് കേൾക്കറമ അതല്ല അധികാരത്തിൽ കേൾക്കറമ? ചൊന്നെ മക്ക ഫത്തുഹായിര് മുസ്ലിമികൾ അണ്ടറിലേറ്റിക്കറ് മക്കുല്ലേ. അപ്പൊ ഇത് നിങ്ങൾ അധികാരത്തിൽ നീ കേൾക്കറമ അതല്ല കടയിട്ട് കേൾക്കറമ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, കടയിട്ട് ನಾನು ಕೇಟೋವಿಲ್ಲೆ ഒരു കടത 100 പടയങ്കി കടത. അപ്പൊ സഫ്വാൻ കേൾക്കറ്, ഓക്കെ ನಾ ತಂಡ ಮಾತ್ರ ರಿಟರ್ನ್ ತರಮತ್ತು ಅದಲು ಬಂಡಿದ ನ್ಯೂನ್ಯತೆ ಇಕ್ಕರು. ಆ ನ್ಯೂನ್ಯತೆ ನಿಂಗೆ ಪರಿಹಾರ ಹಾಕಿ ತಂಡಾರ അതല്ല അങ്ങനെ മീ റിട്ടേൺ തണ്ടാറ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഓക്കെ അതുക്ക് ഞങ്ങൾ പരിഹാരം തണ്ട. അങ്ങനെ ഇട്ടിക്കറ് സഫ്വാന് 100 പടയങ്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കറ്. അങ്ങനെ ആ സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റെഡിയാക്കിയിട്ട് ഔഡ്രെ മക്കത്തെ പർത്താവിടാറ്. ശത്രുമാരെ ആൾമാർ ലീഡറായിട്ടുള്ള മാലിക് ഇബ്നു ഔഫ് അയാള് ആ ശത്രുമാരെ എടുത്തോണ്ടെ സൈന്യത്തെ എടുത്തോണ്ടെ മക്കത്തെ ഭാഗത്ത് കയറ്റിക്കറ് ಬಂಡೆ. അയാൾ ಬರುಂಬತ್ತಿಗೂ ಈ ആൾമാരൊട്ടിಗೆ അയാളുടെ സൈന്യത്തൊട്ടിಗೆಲ್ಲ ചൊല്ലു എന്തിനെ, നിങ്ങളെ കയ്യിലുള്ള എല്ലാ സ്വത്തും നിങ്ങൾ പിടിച്ചു പറഞ്ഞു. അതായത് ആട് വണ്ട എന്തെല്ലാം ഉണ്ട, കുതിര എന്തെല്ലാം ഉണ്ട, എല്ലാവരും മക്കളും പെഞ്ഞൈമാരും എല്ലാവരും നിങ്ങ ഈ യുദ്ധത്തുക്ക് കുട്ടിയെ പറഞ്ഞു. എല്ലാവരും അവിടെ പെറോലിപ്പാട്ടും. അപ്പൊ എന്ത് കേട്ട് മാലിക് ഇബ്നു ഔഫ് ഇത് എല്ലാവരും കുട്ടിയെ പറകു ചൊന്നരെ ചൊന്നെങ്കിൽ അങ്ങനെ സ്വത്തും അങ്ങനെ സമ്പത്തല്ല പെറോൽ ഉൾക്കുമ്പോഴത്തേക്കു എന്തായെങ്കും എന്താക്കാലെ അങ്ങ പെറു തിരിഞ്ഞു ഓടാലെ അല്ലേ? എന്തായും ഒരു യുദ്ധത്തിൽ സോക്കുര സന്ദർഭ വന്നപ്പ പെറു തിരിഞ്ഞു ഓടുற വിഷയിക്കില്ല ഇക്കാലെ ചൊന്നെങ്കിൽ അങ്ങനെ സ്വത്തെല്ലാം ഉണ്ടല്ലേ ചൊന്ത് പേടിച്ചിട്ട് അങ്ങ് അവിടെ നിന്നിട്ട് യുദ്ധാക്കുവാറ് ചൊല്ലെ നിലയിലേറ്റിക്കറ് മാലിക് ഇബ്നു ഔഫ് എന്താക്കറ് എല്ലാ സ്വത്തും പിടിച്ചു പുറകെയിട്ട് ആവശ്യപ്പെടുറ്. അങ്ങനെ ആ സൈന്യത്തെ ശത്രുമാർ അങ്ങനെ കയ്യിലുള്ള എല്ലാ സ്വത്തും അങ്ങ് എന്താക്കാറ് യുദ്ധത്തെ ജാഗക്ക് പിടിച്ച പണ്ടാറ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ മക്കത്തെ പർത്താവിടാറ്. മക്കത്തെ പർത്താവുമ്പത്തേക്ക് മുസ്ലിമീങ്ങൾ കുറേ ആൾമാർ ചൊല്ലുക സ്റ്റാർട്ട് ആക്കിയാർ. എന്തൊരു ഞങ്ങൾ ഇണ്ട് ഇത്ര ആളുള്ളാറ്, ഞങ്ങൾ ഇണ്ട് പേടിക്കാനുണ്ടില്ല, ഞങ്ങൾക്ക് എന്തിനെ ഞങ്ങൾ ആൾമാർ കൊറോടി ചൊല്ല സഭలు ഞങ്ങൾ എന്തായെങ്കിലും ഈ ബട്ട സോക്കാല ചൊന്തല്ല അങ്ങ് ആൾമാരെ നോക്കിയിട്ട് ആ മെജോറിറ്റി നോക്കിയിട്ട് അങ്ങ് ആശ്ചര്യപ്പെട്ടാറ്. ഞങ്ങൾ ഇണ്ട് എന്തായെങ്കിലും വിണ്ണാവുക ചൊല്ല ആ ഒരു ധൈര്യം അങ്ങളെ മനസ്സിಗೆ ಬಂತು. അതേ ಟಿಕ್ಕರ್ ಸೂರತ್ತು ತೌಬಲ್ ಅಲ್ಲಾಹ್ ಚೊಲ್ರಿ ಎಂದ್ರೆ ಲಕದ್ ಎಂದ್ರೆ
വയൗമ ഹുനൈൻ ഇദ് അഅജബത്കും കസറതുകും, ആൾമാർ യാറുള്ളാറ് ചൊല്ലത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാറ്, നിങ്ങൾക്കത് അത്ഭുതമായിട്ട് കണ്ടെത്ത്. ഫലം തുഗ്നി അൻകും ഷൈഅ, മാത്രം അതെന്തായില്ല, അത് ഒരു ഉപകാരത്തുക്കും ബന്ധില്ല ചൊന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് നമുക്ക് കാണും. അങ്ങനെ മുസ്ലിമീങ്ങ മക്കത്തെ പുറത്തിട്ട് ആ ഭാഗത്തേക്ക് ഇങ്ങനെ ശത്രുമാരുടെ ഭാഗത്തേക്ക് പോണ്ട സന്ദർഭത്തിലേക്ക് എന്തൊരു ദാത്തു അൻവാത്ത് ചൊല്ലുന്ന സംഭവം നടക്കുക അല്ലെ. ചരിത്രത്തിൽ അറിയപ്പെട്ട് ദാത്തു അൻവാത്ത് ചൊല്ലുന്ന സംഭവ ഈ ഒരു സംഭവത്തിലേക്ക് ഈ ഒരു സന്ദർഭത്തിലേക്ക് നടക്കുക ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. അതായത് അബൂ വാഖിദ് അൽ ലൈസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസ് ടിക്കർ അയാൾ ചൊല്ലറ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ഖറജ ഇലാ ഹുനൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെല്ലാവരും ആ ഹുനൈൻ്റെ ഭാഗത്തേക്ക് നടന്നു പോകുമ്പത്തുകു മർറ ബിഷജറത്തിൽ മുശ്രിക്കീന, മുശ്രിക്കുമാർക്ക് ഒരു മറയിന്ത്, ആ മർത്ത് സൈഡിലേറ്റിക്കർ ഞങ്ങൾ നടന്നു പോയി. അപ്പം അങ്ങനെ നടന്നു പോകുമ്പോൾ യുക്കാലു ലഹ, കൊറിയാൾമാർ ആ മർത്തെ പേരെന്ത് ദാത്തു അൻവാത്ത്, ആ മർത്തെ പേര് ദാത്തു അൻവാത്ത് ഏറ്റിക്കർ. യുഅല്ലിഖൂന അലൈഹ അസ്ലിഹതഹും, മുശ്രിക്കുമാർ എന്താക്കി ഇന്നാറ് അങ്ങനെ തൽവാറ് അങ്ങനെ ആയുധത്തെ ആ മർത്തുക്ക് തൂക്കി വെച്ചോ ഇന്നാർ. എന്തൊക്കെ ബർക്കത്ത് കിട്ടും, ആ മർത്തിൽ ഇങ്ങനെ തൂക്കി വെച്ചെങ്കിൽ അതിൽ ബർക്കത്ത് കിട്ടുന്നുണ്ട് വിയർച്ചിട്ട് അങ്ങനെ എന്താക്കി ഇന്നാർ അങ്ങനെ ആയുധത്തെല്ലാം തൂക്കി വെച്ചോ ഇന്നാർ. അപ്പൊ ഇത് കണ്ടപ്പ ഫഖാലു, പുതിയതായിട്ട് ഇസ്ലാം സ്വീകരിച്ച് ചമ്മാലിന്നാർ. അപ്പൊ അങ്ങ് ചൊന്നാർ നബിറൊട്ടിക്ക്, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുടെ റസൂലെ, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്, നബിയെ അങ്കും ഒരു ദാത്തു അൻവാത്ത് ഇന്ന പോലെ നങ്കും ഒരു ദാത്തു അൻവാത്ത് നിങ്ങൾ ഉണ്ടാക്കി തരൂ. അങ്ങ് ബർക്കത്ത് എടുക്കുക മറ വെച്ച പോലെ നങ്കും അങ്ങനെ ഒരു ബർക്കത്ത് എടുക്കുക, ഞങ്ങളെ ആയുധത്തിക്ക് ബർക്കത്ത് കിട്ടുക ഒരു മറ നിങ്ങൾ ഉണ്ടാക്കി തരൂ ചൊന്ത് എന്താക്കിയാറ് കേട്ടാർ. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഹാദാ കമാ ഖാല ഖൗമു മൂസ, ഇത് മൂസാ നബിരൊട്ടിಗೆ മൂസാ നബിയുടെ കൗമരങ്ങ ചൊന്ന പോലെ ഇത്തല്ലേ. എന്തൊരു ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അങ്കു ഒരു ഇലാഹിന്ന പോലെ നങ്കും ഒരു ഇലാഹിനെ നീ ഉണ്ടാക്കിത്താ ചൊന്തു മൂസാ നബിയുടെ ആൽമാർ മൂസാ നബിരൊട്ടിಗೆ കേട്ട പോലെ ഇത്തല്ലേ അല്ലേ. ഫിറഔനിൽ നിന്ന് മൂസാ നബി അങ്ങനെ കടൽ പാസ്സാക്കിയിട്ട് ബച്ചവാക്കിയിട്ട് ഇപ്പറ കൊമന്നേൽ പിന്നെ അങ്ങ് ഒരു ജാഗയിലേക്ക് നടന്നു പോയപ്പ കുറെ ആൾമാർ ഒരു എന്താക്കി വിന്നാറ് ഒരു ഇലാഹരെ ഇബാദത്താക്കി വിന്നാർ. അപ്പൊ ബനി ഇസ്രായേൽമാർ എന്താക്കിയായിരുന്നു മൂസാ നബിയോട് കേട്ടാർ, ഇങ്കൊരു ഇലാഹ എന്ന പോലെ നങ്കും ഒരു ഇലാഹർ ഉണ്ടാക്കിത്താൻ. അപ്പൊ അതേപോലത്തെ പൽക്കല്ലേ നിങ്ങ ചൊന്നേ ഇങ്ക് ബർക്കത്തെടുക്കുല്ലേ മറ, ആ മർത്ത പോലത്തെ ഒരു മറ നങ്കും ഉണ്ടാക്കിത്തവർ ചൊന്നേ അത് അതേപോലെ തിക്കറ്. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, വല്ലദി നഫ്സി ബിയദി, നന്റെ നഫ്സ് ആരുടെ കയ്യിലുണ്ട് അവനെ തിക്കറ് സത്യ, അതായത് അല്ലാഹു തിക്കറ് സത്യ. ലതർകബുന്ന സുന്നത മൻ കാന ഖബ്ലകും, ഖണ്ഡിതമായിട്ടും നിങ്ങളെ മുന്നോലത്തെ സമുദായത്തെ നിങ്ങൾ ചാണായിട്ട് ഫോളോ ആക്കുറാറ്, നിങ്ങൾ ഫോളോ ആക്കുറാറ് ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ചൊല്ലത് നിങ്ങൾക്ക് കാണാൻ സാധ്യം. അതായത് യഹൂദി നസറാക്കന്മാരെ നിങ്ങൾ ഫോളോ ആക്കരെ ഒരു കാലഘട്ട ബറു ചൊന്തു ബണ്ട് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചിട്ട് ചൊല്ലത് നിങ്ങൾക്ക് ഈ ഹദീസിൽ കാണാൻ സാധ്യം. അപ്പൊ ഇതേറ്റിക്ക് ദാത്തു അൻവാത്തിര സംഭവം ഇതിൽ ഞങ്ങൾ മനസ്സിലാക്കൂല ഒരു വിഷയം എന്തേ, ബർക്കത്തെടുക്കുന്നത് ഇസ്ലാം വിരോധിച്ച കാര്യമാ. ഒരു നിലക്കും ഞങ്ങൾ ബർക്കത്തെടുക്കുകയില്ല. തബറുക്ക് ചൊല്ലത് എന്തേ അലക്ക നിഷേധിച്ചിട്ടുള്ള ഒന്ന അല്ല, ബർക്കത്തെടുക്കുന്നത് ഇസ്ലാമിൽ ഉണ്ടു അല്ലേ. മാത്രം ആ ബർക്കത്തെടുക്കുന്നതിൽ 3 കണ്ടീഷൻ എത്തിക്കുക ഇസ്ലാം വെച്ചിട്ട്. 3 കണ്ടീഷനിൽ നിന്ന് മാത്രമേ ഒരു ബസ്തിൽ ഞങ്ങൾക്ക് ബർക്കത്തെടുക്കുകയില്ലേ. എന്തിനത് 3 കണ്ടീഷൻ? ഒന്ന്, ഏത് ബസ്തില് ബർക്കത്തെടുക്കുക അള്ളാഹുടെ റസൂലും അള്ളാഹും പഠിപ്പാട്ടിറ അതേ ബസ്തിലേറ്റിക്കൊണ്ട് ഞങ്ങൾ ബർക്കത്തെടുക്കണായി. അല്ലാണ്ട് ഞങ്ങൾക്ക് ബേന്മായത് ഏതാ ഒരു വിഷയത്തിൽ ഏതാ ഒന്ന് ഞങ്ങൾക്ക് ബ്യാറ വന്നതിൽ ബർക്കത്തെടുക്കറല്ല. ഇപ്പൊ കുറെ ആൾമാർ ഹിറാ ഗുഹറോടെ എല്ലാം പോണ്ടാർ, അവിടെ പോയിട്ട് മണ്ണ് പാറിട്ട് എടുത്ത് കൊണ്ടാർ അതിൽ ബർക്കത്തെടുക്കറുള്ള. അങ്ങനെയല്ല ഇല്ല ഇസ്ലാമിൽ. ഏതാ ഒരു ബസ്ത്രം നോക്കിയിട്ട് അത് ബർക്കത്തെടുക്കരുത് അങ്ങനെ ഇസ്ലാം പഠിപ്പാട്ടില്ല. അള്ളാഹും റസൂലും ഏത് ബസ്ത്രം ബർക്കത്തെടുക്കുക ചൊന്നറ അതേ ബസ്ത്രം ഞങ്ങൾ ബർക്കത്തെടുക്കണു ചൊല്ലതേറ്റിക്ക് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തേത്, ഏത് രൂപത്തിൽ ബർക്കത്തെടുക്കുക ചൊന്നറ അതേ രൂപത്തിൽ ഞങ്ങൾ ബർക്കത്തെടുക്കും. അപ്പൊ ഉദാഹരണക്ക് സംസം തന്നിര ബർക്കത്ത് എടുക്കുക ഇസ്ലാം പഠിപ്പാട്ടിரு. സംസം തന്നിര ബർക്കത്ത് എങ്ങനെ എടുക്കരുത്, അത് കുടിച്ചിട്ട് എത്തിക്കറ് ബർക്കത്ത് എടുക്കുക അല്ലേ. അതേപോലെ മുഖത്തേക്ക് വരച്ചിട്ട് അങ്ങനെ ബർക്കത്തെടുക്കാം.
അതേപോലെ പല്ലിയുടെ ബർക്കത്തെടുക്കുക. എങ്ങനെ? പള്ളിയിൽ പോയിട്ട് തെച്ചിട്ട് അവിടെ അള്ളാഹുടെ ദിക്റെടുത്തിട്ട് അതേപോലെ നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിട്ട് അങ്ങനെ ഇട്ടിട്ട് പല്ലിയുടെ ബർക്കത്തെടുക്കുക. അല്ലാണ്ട് പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഉരുളിയെങ്കിൽ ബർക്കത്ത് കിട്ടില്ല. അല്ലെങ്കിൽ പള്ളിക്ക് പോയിട്ട് ഇങ്ങനെ കിടന്നു ഉറങ്ങിയെങ്കിൽ ബർക്കത്ത് കിട്ടില്ല. അതേപോലെ ഖുർആൻ ഓതുற ബർക്കത്ത് എങ്ങനെ? ഖുർആന്റെ ബർക്കത്ത് എങ്ങനെ എടുക്കരുത്? ഖുർആൻ മുത്തിയ സാത്തിക്ക് ബർക്കത്ത് കിട്ടില്ല. അല്ലെങ്കിൽ ഖുർആൻ ഇങ്ങനെ തൂക്കി വെച്ച സാത്തിക്ക് ബർക്കത്ത് കിട്ടില്ല. ഖുർആൻ ഓതിട്ട് ഐത്തിക്ക് ബർക്കത്ത് എടുക്കുക. അപ്പൊ ഏത് രൂപത്തിൽ ബർക്കത്ത് എടുക്കുവെച്ചാ അതേ രൂപത്തിൽ ഐത്തിക്കണം ഞങ്ങ ബർക്കത്ത് എടുക്കണായേ. മൂന്നാമത്തെ കണ്ടീഷൻ എന്തിന്? ಅದಕ್ಕೆ ಬರ್ಕತ್ತು കൊടുക്കുറോണു അള്ളാഹു ಟಿಕ್ರ ಚೊಂತು ವಿಶ್ವಾಸ ಬೇಡು ಅಲ್ಲೇ ഒരു വസ്ത്ര ബർക്കത്ത് എടുക്കുമ്പോൾ ഇതേ ടിക്ർ ബർക്കത്ത് തണ്ടേ അല്ല, അങ്ങനല്ല. പിന്നെ അള്ളാഹു ടിക്ർ ബർക്കത്ത് തണ്ടാവും. അപ്പൊ ഇങ്ങനെ 3 കണ്ടീഷനിൽ മാത്രമേ നമുക്ക് ബർക്കത്ത് എടുക്കുകയുള്ളേ. അല്ലാത്ത നിലക്ക് നമുക്ക് ബർക്കത്ത് എടുക്കൂ ഇല്ല ചൊല്ലற വിഷയ ನಂಗೆ ಗೌರವമായിട്ട് മനസ്സിലാക്കണായ ഒന്നായിട്ടിക്ക് ഏതായെങ്കിലും അങ്ങനെ അങ്ങ ഔഡರಿಂದ ഔഡാറ് പാസ് ചെയ്തിട്ട് സീദಾ ಹುನೈನ್ ಚೊಲ್ಲರ ಜಾಗೆಗೆ ಎತ್ತರಾರು. ಶತ್ರುಮಾರು ಫಸ್ಟಿಗೆ ಬಂತು ಎತ್ತಿ ತಿಕ್ಕರಾರು. ಹುನೈನ್ ಚೊಲ್ಲ ಜಾಗೆಗೆ ಫಸ್ಟ್ ಶತ್ರುಮಾರಿಂದ ಹಾಕಿರಾರು ಫಸ್ಟಿಗೆ ಬಂತು ಎತ್ತಿ ತಿಕ್ಕರಾರು. ಶತ್ರುಮಾರ ಲೀಡರ್ ಐತಿಂದ മാലിക് ഇബ്നു ഔഫ് ആ ശത്രുമാർക്ക് എല്ലാ പ്ലാനും ചൊന്തു കൊടുത്തു തിന്ന. അതേപോലെ ആ ശത്രുമാരിൽ ഒരു വയസ്സായ ഒരാളിന്ത്, ഭയങ്കര വയസ്സ്, കണ്ണ് കാണാത്ത ഒരാൾ. ചരിത്രകാരന്മാർ ചൊല്ല അയാൾക്ക് ഒരു 160 വയസ്സ് ഇട്ടിക്കു. അത്ര വയസ്സ്, കണ്ണ് കാണില്ല. ആയെങ്കിലും ആ കണ്ണ് കാണാത്ത ആളിനെ വിളിച്ചു വന്നിരുന്നത് അയാൾക്ക് നല്ല യുദ്ധമാക്കിയിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, അയാൾക്ക് നല്ല ബുദ്ധി ഉണ്ട്, അതേപോലെ നല്ല പ്ലാൻ കൊന്തിന്ത്, തന്ത്രപരമായിട്ട് എങ്ങനെ എതിർപക്ഷത്തങ്ങളെ സോപ്പാട്ടറെ ചൊല്ല വിഷയം അയാൾക്ക് പിടിന്ത്. അങ്ങനെ ഇത്തിക്കറ അയാളെ വിളിച്ചു വന്നത്. അയാളുടെ പേര് ദുറൈദ് ഇബ്നു സിമ്മ ചൊന്തിട്ടിക്കറ അയാളുടെ പേര്. അങ്ങനെ ആ വയസ്സായ ആൾക്ക് എന്തായിട്ട് ഈ മാലിക് ഇബ്നു ഔഫ് എല്ലാ സ്വത്തും കൊമ്പറകു ചൊന്തിന്നല്ലേ. അപ്പൊ അത് പിടിയായിട്ട്. അപ്പൊ ദുറൈദ് ഇബ്നു സിമ്മ ഇതെന്ത് രീതി എല്ലാ സ്വത്തും കൊമന്നരെ ചൊന്തി കേട്ടപ്പോ മാലിക് ഇബ്നു ഔഫ് ചൊന്നെಂದ್ರೆ ഇത് ആൾമാർ പെറോ തിരിഞ്ഞു ഓടാൻ ടിക്കുക ടിക്കറി ഇങ്ങനെ ആക്കിരെ. അയാൾക്ക് അത് അത്ര ഇഷ്ടമായിട്ടില്ല. ബട്ട് മാലിക് ഇബ്നു ഔഫ് ലീഡർ ആയപ്പോൾ എല്ലാവരും മാലിക് ഇബ്നു ഔഫറെ ഐത്തിക്കറ് ഫോളോ ആക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ ഹുനൈൻ ചൊല്ലുടെ ജാഗെಗೆ ഒരു ജാവുക ടിക്കറ് എത്രേ നബിരെ ഒരു എന്തിരിത്തിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തെ സന്ദർഭത്തിൽ ജാവുക പോയിട്ട് തെങ്ങ് പിന്നെ ജാവുക പോയിട്ട് അറ്റാക്ക് ആക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈ അവരുടെ കാത്തോയിന്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രീതി ആയിത്തിന്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്താക്കറ് ഒരു ടെന്റ് എല്ലാം കെട്ടറ് സഹാബിരങ്ങ അവിടെ ദയിക്കാറ്. അപ്പൊ അതിൽ ഒരു സഹാബി എന്താക്കറ് അയാളുടെ കുതിര എടുത്തോണ്ടെ ചുറ്റുഭാഗത്തിൽ ഇങ്ങനെ നോക്കുറു, ഗുഡ്ഡറെ മേൽ പത്തി നോക്കുറു. അതേപോലെ ചുറ്റുഭാഗത്തിൽ ശത്രുമാറ് ആരെയും ബന്ധുവുള്ളാറ ചൊന്ത അയാൾ നോക്കുറു. അങ്ങനെ പിന്നെ അയാൾ നബിര മുട്ട ബന്ത് ചൊല്ലു, യാ റസൂൽ അള്ളാഹുടെ റസൂല ഇന്നി ഇൻതലഖ്തു ബൈന ഐദീകും ഹത്ത തലഅത് ജബല കദ വകദ. നബിയെ ഞങ്ങളുടെ ബന്നൽ പിന്നെ നാണെന്താക്കിയ ഇന്നിന്ന ഗുഡ്ഡെಗೆ ನಾ ಪತ್ತಿ ನೋಕ್ಯ ಇನ್ನಿನ್ನ ಜಾಗೆಗೆ ನಾ പോയി നോക്കിത്താമ്പത്തു فإذا أنا بهوازن على بكرة آبائهم بضعنهم ونعمهم وشائهم اجتمعوا إلى حنين. അയാൾ നബിനോട്ടിക്ക് ചൊല്ലു, നബിയെ നക്ക് ഹവാസിൻ ഗോത്ര തങ്ങളെ കണ്ടെത്ത് ശത്രുമാർ അവിടെ ഉള്ളാറ് അങ്ങോട്ടിക്ക് അങ്ങനെ സ്വത്തും അങ്ങനെ സമ്പത്തും അങ്ങനെ മക്കം അങ്ങനെ പെഞ്ഞമാർ എല്ലാവരും ಬಂದಿರಾರು, എല്ലാ സ്വത്തും അങ്ങ് അടുത്ത് ಬಂದಿರಾರು നബിയെ ചൊന്തു ഇയാളെന്താക്കിത്ത് ചൊല്ലു. അപ്പ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിങ്ങനെ പുഞ്ചിരിച്ചിട്ട് ചൊല്ലു, തിൽക ഗനീമത്തുൽ മുസ്ലിമീന ഗദൻ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അത് നാലെഗ് മുസ്ലിമീങ്ങളെ ഗനീമത്തായിട്ട് ഇക്രി ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് കേക്കറ് ഇണ്ട് ജാവുക നമുക്ക് കാവൽ നിക്കറങ്ങ ആറുള്ളാർ, നമുക്ക് ഇണ്ട് കാവൽ നിക്കറങ്ങ ആറുള്ളാർ. അപ്പൊ നോക്കൊരു തവക്കുല് ചൊന്നെ അതേ ഇട്ടിക്കറ്. ചിലാൽമാർ വിചാരിച്ച അള്ളാഹു ഉണ്ട്, അള്ളാഹുടെ മേൽ തവക്കുലാക്കിയ അങ്ങനല്ല. ഞങ്ങൾ ആക്കിற സ്വറ ഞങ്ങൾ ആക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഇടീ നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ ഊടും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുമാർ ബറാൻ ടിക്കുകയിട്ട് എന്താക്കി തിത്ത് ഒരു കാവലിനെ നിപ്പാട്ടുക നബി നോക്കറി. അപ്പൊ സാഹിബിനൊക്കെ ഇന്റെ ആറുള്ളാർ ഞങ്ങളൊട്ടിക്ക് ഞങ്ങൾക്ക് കാവൽ നിക്കറങ്ങ ആറുള്ളാർ. അപ്പൊ അനസിബുൻ അബി മർത്തദ് ചൊല്ലു നാനിക്കറ നബിയെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കുതിര മേൽ പത്തുപാട്ടർ കുതിരൽ ദെപ്പാട്ടർ ചൊല്ലു, ഈ കുതിരയുടെ നീ കീലിലിയോ തീര, ഈ കുതിരയുടെ കീലിലിയോഗു തീര. അതേപോലെ ഈ ഗുഡ്ഡറെ മേൽ പത്തിട്ട് എത്തിക്കൊണ്ട് നീ കാവൽ നിക്കനായ ചൊന്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിനോട് ചൊല്ലു. അങ്ങനെ പിറ്റാണ്ട് സുബൈഗ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജർ നിസ്കരിക്കൂ നിക്കർ. ഫജർ നിസ്കരിക്കൂ നിൽക്കുമ്പോൾ വഹുവ യൽതഫിതു ഇല ശഅബി ഹത്താ ഇദാ ഖളാ സ്വലാത്തഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അണ്ട് നിസ്കരിച്ച് അങ്ങനെ ചൊന്നെങ്കിൽ ആ ഗുഡ്ഡറി മേൽ നോക്കിയോ ഇന്ന് അപ്പരിപ്പറ നോക്കിയോ ഇന്ന് നിസ്കാരത്തിൽ അപ്പരിപ്പറ നോക്കിയിട്ട് നിസ്കാര തീരെടുത്തോളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರ ಕಣ್ಣು ಅಪರಿಪರ ನೋಕ್ಯೋ ಇಂತು ಚೊಂದೆ ಶತ್ರುಮಾರು ಬನ್ನೋ ಉಲ್ಲಾರ ಚೊಂತು നബി അപരിപ്പറ നോക്യു ഇന്ന് ചൊന്തത്തിക്കറ് സഹാബിരങ്ങ ഈ നിസ്കാരത്തെ വിഷയത്തിൽ ചൊല്றது നമുക്ക് കാണാൻ സാധ്യമാണ്. യഥാർത്ഥത്തിൽ നിസ്കാരത്തെ അടിസ്ഥാന ಅಂದ್ರೆ ಅಪರಿಪರ നോക്കുക തീരാ ചൊല്றது ഇട്ടിക്കർ അല്ലേ. നിസ്കാരത്തിൽ ഒർക്കും അപരിപ്പറ നോക്കൂ തീരാ ഞങ്ങളെ കണ്ണ് സുജൂദില ജാഗയിലിട്ടിക്കണു ബെക്കൊനായി അപ്പരിപ്പറ നോക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ട് വിരോധിച്ചിട്ടുള്ള ഒരു കാര്യം ഇട്ടിക്കർ. അയങ്ക ചില സന്ദർഭ അത്യാവശ്യ ഘട്ടത്തിൽ എന്താക്കാൻ നമുക്ക് അപ്പരിപ്പറ നോക്കുന്നതിൽ പ്രോബ്ലം ഇല്ല. അതായത് നമുക്ക് നോക്കാനായിട്ട് വന്നിട്ടായി ഞങ്ങളെ കണ്ണ് തിരിക്കാം. ഫസ്റ്റ് ഞങ്ങളെ കണ്ണ് അപ്പരിപ്പറ തിരിക്കാം. നോക്കാനായിട്ട് വന്നെങ്കിൽ ഇപ്പൊ ഉദാഹരണക്ക് ഒരു കിടാവും ആ കിടാവ് ഇങ്ങനെ ഭൂലകയറിട്ട് കുറിച്ചു പറ്റിയിട്ടുണ്ട്. അതിങ്ങനെ ഭൂലകയറിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾക്ക് എന്താക്കി ഇങ്ങനെ നോക്കാം. അങ്ങനെ ഭൂലകാവുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പിടിക്കാം. അതിലൊന്നും പ്രോബ്ലം ഇല്ല. അതേപോലെ അങ്ങനെ ഞങ്ങൾക്ക് തലതിരിക്കാനായിട്ട് വന്നെങ്കിൽ തലതിരിക്കാം അത്യാവശ്യം ഉണ്ടുണ്ടായെങ്കിൽ മാത്രമാ തടി തിരിക്കോത്തീര തടി അപ്പരിപ്പറാക്കോത്തീര. കാരണം കിബില തപ്പിയുണ്ടായെങ്കിൽ നിസ്കാര ബാത്തിലാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് തടി കിബിലറ ജാഗിലെ ബേക്കുന്നു ചൊല്ലറതേറ്റിക്കറ് ആ വിഷയത്തിൽ ഉലമാക്കന്മാർ വിശദീകരിക്കും. ഏതായെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരയിൽ പിന്നെന്താക്കറ് സഹാബികൾ ചൊല്ലു അബ്ശിറു ഫഖദ് ജാഅകും ഫാരിസുക്കും. നിങ്ങൾ സന്തോഷിക്കൂ നിങ്ങളെ ഫാരിസിദ ബന്ന. അതായത് ജാവു കാവലിന്റെ ഈ സഹാബി ഞങ്ങളെ മുട്ട ബന്ത് ചൊന്തു നബി ചൊല്ലു. അങ്ങനെ ഈ സഹാബി ബന്ത് നബിയോട് ചൊല്ലു നബിയെ ನಾನು ಕಾವಲಿನಿಂದ ಆರುಂ ಶತ್ರುಮಾರು ಉಪದ್ರಾಕಿಟ್ಲ ಆರುಂ ಬಂತಿಲ್ಲ ಚೊಂತ ಹೇಳಿ ಚೊಲ್ರು. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് കേൾക്കുക ഹൽ നസൽത ലൈല ഇന്നലെ ജാവ് നീ കുതിരയുടെ കീഴിൽ ഇരിഞ്ഞേ. അപ്പൊ അയാൾ ചൊല്ലില്ല ഇല്ല മുസല്ലിയൻ ഔ ഖാദിയൻ ഹാജത്തൻ. നിസ്കരിക്കുകല്ലാണ്ടെ അതേപോലെ ഹാജത്ത് പൂർത്തിയാക്കുകല്ലാണ്ടെ നാ കീഴിൽ ഇരിഞ്ഞിട്ടില്ല. ನಾನು ಅದರ ಮೇಲೆ ಇನ್ನ ಕುದುರೆಯ ಮೇಲೆ ಇನ್ನ ಚೊಂತು ನಬಿರೊಟ್ಟಿಗೆ ಅಯಾಲ್ ಚೊಲ್ಲು. ಅಪ್ಪ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಸಹಾಬಿರೋട് ചൊല്ലു قد اوجبت فلا عليك ان الا تعمل بعدها. ഇനി നീ ഒരു അമലാക്കില്ലെങ്കും നിക്ക് സ്വർഗ ഗ്യാരണ്ടി ಐತೆ നിക്ക് സ്വർഗ ഉറപ്പൈತೆ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരോട് ചൊല്ലു. നോക്കൂ അതേ ടിക്രി സഹാബിರ മഹത്വ. അനസ് ഇബ്നു അബി മർതദ് ഇയാളുടെ മഹത്വ നോക്കൂ. ഇനി ഒരു അമലാക്കില്ലെങ്കും ഒരു നല്ലതാക്കില്ലെങ്കും ഒരു നിസ്കരിച്ചില്ലെങ്കും ഒരു നോമ്പ് പിടിച്ചില്ലെങ്കും നിക്ക് സ്വർഗ ഉറപ്പൈ ചൊന്ന എന്തുകൊണ്ടുണ്ട് അത് ಕಾವಲ್ ನಿಕ್ಕರೆ ಚೊಂದೆಂಗೆ ಮುಸ್ಲಿಮೀಂಗಗೆ ಬೇಂಡಿಟ್ಟು ಕಾವಲ್ ನಿಕ್ಕರೆ ಚೊಂದೆಂಗೆ ಬೆಲ್ಲೆ ಅವರು ಜಿಹಾದ್ ಇಟ್ಟಿಕ್ಕರು ಅದಕ್ಕೆ ಬೆಲ್ಲೆ ಪ್ರತಿಫಲ ಉಂಟು ಚೊಂತುಲ್ಲದೆ ಇಟ್ಟಿಕ್ಕರು ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടെ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നൊരു ഹദീസിൽ കാണ്ട് എന്തൊരു ഒരു കണ്ണ് അത് നരകത്ത് തീ തട്ടില്ല. ഏത് കണ്ണ് ചമ്മ കണ്ടൊരു വിശേഷം ഒന്നു അള്ളാഹുടെ മാർഗത്തിൽ വർക്ക് വിട്ട കണ്ണ്, രണ്ടാമത്തേത് അള്ളാഹു നെറിച്ചിട്ട് ബുൽപുട്ട കണ്ണ്, അതേപോലെ പിന്നൊന്നു മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് കാവൽ നിന്നിട്ട് അങ്ങനെ എന്തൊരു വർക്ക് വിട്ട കണ്ണ്. അപ്പൊ ഇത് നരകத்துக்கு തട്ട് നരകത്തെത്തി തട്ടില്ല ചൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് ഹദീസിലല്ല നമുക്ക് കാണാൻ സാധ്യ അവർ വന്നിട്ടിക്ക്. അപ്പൊ ഏതായെങ്കിലും അതേ ടിക്കർ അവിടെ സംഭവിക്കും. അങ്ങനെ പിന്നെ ഞാറെല്ലാം ഉദിച്ചിട്ടാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സൈന്യത്തെ റെഡിയാക്കറ്. സൈന്യത്തെല്ലാം റെഡിയാക്കിയിട്ട് ശത്രുമാരുടെ ഭാഗത്തേക്ക് അങ്ങ് എതിർകൊണ്ടാറ്. അങ്ങനെ മുസ്ലിമിങ്ങ ശത്രുമാരുടെ ഭാഗത്തേക്ക് എതിർപോകുമ്പോഴത്തേക്കു ശത്രുമാർ ഭയങ്കര തന്ത്രപരമായിട്ട് മുസ്ലിമീങ്ങളെ ആട്ടി ഓടുപാട്ടുറതേറ്റിക്കറ് നമുക്ക് ചരിത്രത്തിൽ കണ്ടേ. അതായത് ഈ മാലിക് ഇബ്നു ഔഫ് അവിടെ എന്താക്കുന്ന ശത്രുമാരെ ഔടുള്ള മർത്തയിടലും ഔടുള്ള ഗുഡ്ഡരിടലും ഔടുള്ള കല്ലിരടലെല്ലാം വഞ്ചിതെപ്പാട്ടിന്ന ആർച്ചരിമാരെ അതായത് ബില്ലുബാൻ അടിക്കിരങ്ങളെ. അപ്പൊ മുസ്ലിമീങ്ങ എപ്പ ഇപ്പറ കടന്നു പണ്ടാറ് അപ്പ എല്ലാരും ഒട്ടിಗೆ അറ്റാക്ക് ആക്കണു ചൊന്തവണു പ്ലാൻ ಎಲ್ಲ ചൊന്തു വെച്ചിട്ടിരുന്ന. ഇത് മുസ്ലിമീങ്ങൾക്ക് ಬಿಡಿಲ್ಲ. ಮುಸ್ಲಿಮೀಂಗ ಎದುರೆದುರು പോയാർ. അങ്ങനെ ಎಲ್ಲರೂ ಒರ್ಕಲೆ ಎದುರು ಹೋಗುತ್ತಿಗೂ ಇಂಗಲೆ ಒರ್ಕಲೆ ಬಿಲ್ಲುಬಾಣ ಒಟ್ಟಿಗೆ ಬಂತು. ശത്രുമാർ വഞ്ചിതെച്ച് തിന്നങ്ങ ഒർക്കലെ ബില്ലുബാൺ എല്ലാവരും ബുട്ടാർ. അങ്ങനെ ഈ ബില്ലുബാണ ಬಂತು മുസ്ലിമീങ്ങളെ മേൽക്ക് തട്ടിത്ത് കൊറിയാൽ മറിച്ചാറ്. കൊറിയാൽമാർക്ക് അങ്ക് എതിർ പോകാവട്ടെ പെറു തിരിഞ്ഞു ഓടിയാർ. മുസ്ലിമീങ്ങ യുദ്ധത്തിൽ നിന്ന് പെറു തിരിഞ്ഞു ഓടുന്ന ഒരു അവസ്ഥ ಬಂತು. ഇതേ ടിക്കറ് അവിടെ സംഭവിക്കറ്. ചൊന്നെ ഒരു ബില്ലുബാണ സമയത്തെ കീലുപോലാണ്ട് എല്ലാ ബില്ലുബാണും സഹാബിരങ്ങളെ തടിಗೆ തട്ടിയുയിന്ത്. അങ്ങനെ ഇത്തിക്കറ് സഹാബിരങ്ങൾക്ക് പിടിച്ചു നിൽക്കുകയാവട്ടെ അങ്ങനെന്താ അവിടെ
പെറു തിരിഞ്ഞു ഓടുറാറ്. മുസ്ലിം സൈന്യം ചിന്ന ഭിന്നായി പോയിത്തു, എല്ലാം അപ്പറിപ്പറ ഓടിയാറ്. അതിൽ മുസ്ലിമീങ്ങ പുതിയ മുസ്ലിമീങ്ങ ഇട്ടിക്കാറ് എന്താക്ರೆ ഫസ്റ്റിಗೆ ಓಡ್ರೆ ಚೊನ್ನೆ ಅಂಕ್ ಈಮಾನ್ ಗಟ್ಟಿಲ್ಲಾത്ത ಸಬಲು ಅಂಗ പെറു തിരിഞ്ഞു ഓടിയാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ ധീരമായിട്ട് ശക്തമായിട്ട് നിന്നിട്ട് എല്ലാവരും വിളിച്ചോയിന്ത്, എല്ലാവരും ഊടെ ബറു ഇഞ്ഞ ബറു ഈ ഭാഗത്തേക്ക് ബറു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ജോറ് ബൊബ്ಬಿಟ್ಟಿട്ട് മുസ്ലിമീങ്ങളെ വിളിച്ചോയിന്ത്. ലാസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ചൊന്ന പോലെ ಎಂದ್ರೆ ವಲಾಕತ್ ಅಲೈಕುമുല്ലാർന്നു ബിമാ റഹബത്, ഭൂമി വിശാലായിട്ടിന്നെങ്കും മുസ്ലിമീങ്ങൾക്ക് അപ്പൻ്റെ ഇത്ത് അതൊരു കുടുങ്ങിയ പോലെ ഒരു കുടുസായ പോലെ ഇത്തത് അത്രത്തോളു അങ്ങ് പേടിച്ചു പോയാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ധീരത്തിൽ അവിടെ നിന്നിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ശുജാഅത്തിന്റെ ഒരാളായിട്ടിക്ക് അല്ലേ. ആറ് അനസ് റളിയല്ലാഹു അൻഹു ചൊന്ന പോലെ കാന അസ്ജഉൻ നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നല്ല ശുജാഅത്തുള്ള ധൈര്യശാലിയുള്ള ഒരാളായിട്ടുണ്ട്. അത് ഏത് സന്ദർഭം, യുദ്ധത്തെ സന്ദർഭത്തിൽ സഹാബിരങ്ങ ചൊല്ലാറ് ഞങ്ങ എവിടും ഞങ്ങ ഷേക്കായെങ്കിൽ ഞങ്ങ എവിടും പെറു തിരിഞ്ഞ് ഓടനായിട്ട് ಬಂದೆಂಗೆ ഞങ്ങൾ ഫസ്റ്റ് നെബിരെ നോക്കുക, എല്ലാവരും നെബിരെ മുട്ട കൂടുക ചൊന്നെങ്കിൽ നബിಗೆ അത്ര ധൈര്യಂತ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ധീരത്തെ നോക്കിയിട്ട് ഞങ്ങൾ നെബിരെ പെറോൾ നിണ്ടോ ഇന്ന ചൊന്തേറ്റിക്കറ് സഹാബിരങ്ങ യുദ്ധത്തെ വിശദീകരിക്കുമ്പോൾ ചൊല്ലറ്. അപ്പൊ ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധീരമായിട്ട് നിന്നിട്ട് അന നബിയുൽ കദിബ്, ನಾನು ನಬಿ ಇಟ್ಟಿಕ್ರ ನಾ ಕಲವು ಚೊಲ್ರವನಲ್ಲ, ಅನಬಿನ್ ಅಬ್ದುಲ್ ಮುತ್ತಲಿಬ್, ನಾನು ಅಬ್ದುಲ್ ಮುತ್ತಲಿಬ್ರ ಮೋಣ ಇತ್ತಿಕ್ರ ചൊന്തു ധീരമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നിട്ട് ബൊബ്ബിട്ടോ ഇൻത്ത് അതേപോലെ ആൽമാർ ബിൽച്ചോ ഇൻത്ത് ചൊല്ലതെ ഇട്ടിക്ര നമുക്ക് മനസ്സിലാവും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊന്തു ಎಂದ್ರೆ ಅಬ್ಬಾಸ ಎಲ್ಲರೂ ಬಿಲಿ ಮುಸ್ಲಿಂ ಸೈನ್ಯത്തെ ಎಲ್ಲರೂ ನೀವು ಊಡೆ ಬಿಲಿ ಚೊಂತು ಅಬ್ಬಾಸ್ റളിയല്ലാഹു അൻഹു ചൊന്തു. അബ്ബാസ് റളിയല്ലാഹു അൻഹു സൗണ്ട് തെല് ജോറിന്ന സബലെ ഇട്ടിക്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു ആന അബ്ബാസ് റളിയല്ലാഹു അൻഹു യാലൽ മുഹാജിർ യാലൽ അൻസാർ, ഏ മുഹാജിർമാര അൻസാറുമാര ഇഞ്ഞ ബറു ചൊന്തു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജോറ് ബൊബ്ಬಿಟ್ಟಿತು. അങ്ങനെ ആൽമാരെല്ലാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട നബിരെ മുട്ട കൂടിയാറ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട വന്നാറ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പിടി മണ്ണെടുത്തിട്ട് ശത്രുമാരുടെ ഭാഗത്ത് ഊതിത്ത്. ബദർ യുദ്ധത്തിലാക്കിയ പോലെമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പിടി മണ്ണെടുത്തിട്ട് ശത്രു ഭാഗത്ത് ഊതിത്ത്. ആ മണ്ണ് എല്ലാവരുടെ കണ്ണുക്ക് ബൂന്ത് അങ്ങ കണ്ണ് തിരുമ്പ സ്റ്റാർട്ട് ആക്കിയാർ. അതിൽ പിന്നെ എത്തിക്കറ് മുസ്ലിമിങ്ങ എതിർ പോയിട്ട് ശത്രുമാരൊട്ടിಗೆ ഫൈറ്റ് ആക്കിയാറ്. അങ്ങനെ ശത്രുമാരൊട്ടിಗೆ ಹೋರಾಡಿಯಾರು. അതിൽ പിന്നെ എത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന പോലെ ثم انزل سكينته على رسوله وعلى المؤمنين, മുഅ്മിനുമാരുടെ മേലും അല്ലാഹുവിന്റെ റസൂലിന്റെ മേലും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം ഇട്ടു കൊടുത്ത വഅൻസല ജുനൂദൻ ലം തറൗഹ, നിങ്ങൾ കാണാത്ത സൈന്യത്തെ അല്ലാഹു ഇൽച്ചു കൊടുത്ത, അതായത് മലക്കുമാരെ ഇൽച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ സഹായിക്ക. അതേപോലെ ശത്രുമാരുടെ ആ ഒരു നാശയുടെ രൂപത്തിൽ അങ്ങലൊട്ടിಗೆ ಹೋರಾಟಾക്കിയിട്ട് അങ്ങനെ സോപ്പാടുற രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി വിട്ട. അപ്പൊ നോക്കൂ, ഞങ്ങളുടെ മനസ്സിലാക്കൂല മെജോറിറ്റിയിലൊന്നും കാര്യമില്ല അല്ലേ, ഞങ്ങൾ ഇത്ര ആളുള്ള ചൊല്ലതിലൊന്നും കാര്യമില്ല. അതേ ടിക്കറല്ലോ ചൊല്ല ഫലം തുകുനി അങ്കും ചെയ്യാ മെജോറിറ്റി നിങ്ങൾക്ക് ഒരു ഉപകാരത്തിന് വേണ്ടിയില്ല. ഇണ്ട് ഞങ്ങളെ വിചാരിച്ചതെന്ದ್ರೆ ഞങ്ങൾക്ക് ഇത്ര ആൾ ഇന്ന സഭയിൽ ഞങ്ങൾക്കെല്ലാം നേടിയെടുക്കുകയോടും ഞങ്ങൾക്കെല്ലാം ആക്കുകയോടും തിക്കറ് കൊറിയാൽമാർ വിചാരിച്ചത്. അങ്ങനല്ല, അള്ളാഹുവിന്റെ സഹായം മാത്രമേ ഏതൊരു കാര്യം നടക്കുക ചൊല്ല വിഷയം ഞങ്ങൾ മനസ്സിലാക്കൂ. ഇതിൽ കിട്ടൊരു വലിയ ഒരു പാട്ടൈത്തിക്കത് മുസ്ലിമിങ് എത്ര ആളിന്തും ഒരു ഫായിദത്ത് ಬಂತಿಲ್ಲ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ബന്നപ്പൈട്ടിക്കറ് മുസ്ലിമിങ്ങക്ക് ಹೋರಾಡಗು ആയെ ചൊല്ലിട്ട് ഞങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ മുസ്ലിമിങ്ങ ശക്തമായിട്ട് ಹೋರಾಡಿയാറ്. ആ ಹೋರಾಟത്തെ എതിർന്നു ശത്രുമാർക്ക് പിടിച്ചു നിൽക്കുക ആവാണ്ടെ അങ്ങ് പെറു തിരിഞ്ഞു ഓടിയാറ്. ശത്രുമാർ പെറു തിരിഞ്ഞു ഓടിയാറ്. അങ്ങ് ഓട്ടത്തിൽ കൊറിയാൽമാർ തോയ്ഫ് ഓടിയാറ്, കൊറിയാൽമാർ ഔത്താസ് ഓടിയാറ്, കൊറിയാൽമാർ നഖല ചൊല്ല ജാഗ്യ ഓടിയാറ്. അങ്ങനെ സ്വത്തും അങ്ങനെ സമ്പത്തിലെല്ലാം ബുട്ടെറിഞ്ഞ് ഓടിയവൻ അങ്ങക്കോ മഞ്ഞതായ എല്ലാ സമ്പത്തും എല്ലാ സ്വത്തും അങ്ങെന്താക്കിയാറ് ബുട്ടെറിഞ്ഞിട്ട് ഓടിയാറ്. അങ്ങനെ തിക്കറ് ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ ഒരു വിജയം കിട്ടിയേ. അതേപോലെ ഭയങ്കര വലിയ ഗനീമത്ത് സ്വത്ത് മുസ്ലിമീങ്ങൾക്ക് ആ ഹുനൈൻ യുദ്ധത്തിൽ കിട്ടിത്തു ചൊല്ലതേ ടിക്കറ് ഞങ്ങൾക്ക് മനസ്സിലാക്കൂ സാധ്യത. ഹുനൈൻ യുദ്ധത്തിൽ ചൊമ്മ ഗനീമത്ത് സ്വത്തു ആർക്ക് മുസ്ലിമീങ്ങൾക്ക് കിട്ടിത്തു. എത്ര 6000 ബന്ദിമാർ കിട്ടിയ 6000 ബന്ദിമാർ. അതേപോലെ 4000 വണ്ടേ, ഒന്ന് ജണ്ടല്ല 4000 വണ്ടേ. അതേപോലെ 40,000 ആട്. അതേപോലെ 4000 ഊക്കിയ ചൊന്നെങ്കിൽ ദിർഹം, അതായത് ഗോൾഡ് കോയിൻ. അപ്പം അത് ഭയങ്കര വലിയ സ്വത്ത് ഇട്ടിക്കുക. ആ ഒരു സ്വത്തു
അത്രത്തോലും ഒരു യുദ്ധത്തിലും അത്ര ഗനിമത്ത് സ്വത്ത് മുസ്ലിമുകൾക്ക് കിട്ടിത്തിക്കാല്. അത്ര വലിയ ഗനിമത്ത് സ്വത്തിട്ടിക്കറ് അണ്ട് ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിമുകൾക്ക് കിട്ടിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗനിമത്ത് സ്വത്ത് അവിടെമേ എന്താക്കിയിട്ടില്ല, ഡിസ്ട്രിബ്യൂഷൻ ആക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരു സഹാബിയെ ഏൽപ്പിച്ചിട്ട് അതിനെ കാവൽ നിൽക്കു. പിന്നെ ത്വായിഫിലുള്ള ശത്രുമാർ ഓടുപാട്ടുകയും അതേപോലെ ഔത്താസിലുള്ള ശത്രുമാർ ഓടുപാട്ടുകയും ഇട്ടിക്കറ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ് പോണ്ടേ അങ്ങനെ ഇട്ടിക്കറ് ത്വായിഫ് യുദ്ധം നടക്കറ്. ത്വായിഫ് യുദ്ധ ഹുനൈൻ യുദ്ധത്തെ ബാക്കി ഭാഗം ഇട്ടിക്കറ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടുന്ന പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.